നമസ്കാരം. ഒരു കഥ എഴുത്തുകാരി ഒരു കഥ എഴുതി അത് പ്രസിദ്ധീകരിക്കുവാൻ ഒരു പബ്ലിക്കേഷൻ അയച്ചു കൊടുത്തു. അവരത് അങ്ങനെ തന്നെ റിജക്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അവൾ ആ കഥയെടുത്ത് മറ്റു പല പബ്ലിക്കേഷൻസിനും അത് പ്രസിദ്ധീകരിക്കുമെന്നോർത്ത് അയച്ചു കൊടുത്തു. അവൾ അയച്ചു കൊടുത്ത 12ഓളം പബ്ലിക്കേഷൻസ് അവർ അതേപോലെ തന്നെ റിജക്റ്റ് ചെയ്തു. കൊടിയ ദാരിദ്ര്യത്തിലായിരുന്ന അവൾ വല്ലാത്ത ഡിപ്രഷനിലായി. ജീവിക്കാൻ വകയില്ല, മക്കളെ പോറ്റാൻ മറ്റു മാർഗങ്ങൾ കാണുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്കൊരു കോൾ വരുന്നു. അത് ഇംഗ്ലണ്ടിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പബ്ലിക്കേഷൻ കമ്പനിയാണ്. ബ്ലൂംസ്ബറി എന്ന് പറയുന്ന കമ്പനി പറഞ്ഞു തൻ്റെ എഴുത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. അവൾക്കൊല്ലാത്ത സന്തോഷമായി. അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചു. അത് ലോകമേറ്റെടുത്ത ആ ഒരു കഥയ്ക്ക് പിന്നീട് പലതരത്തിലുള്ള പതിപ്പുകൾ വന്നു, പല ഭാഗങ്ങൾ വന്നു. അത് ലോകത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറി. ആ കഥ എഴുതിയ കഥകാരിയുടെ പേര് ഹാരി പോട്ടറിൻ്റെ എഴുത്തുകാരിയായിട്ടുള്ള ജെ.കെ. റൗളിംഗ് എന്ന. അവൾ എഴുതിയ കഥ മോശമായതുകൊണ്ടല്ല ആ കഥകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ആ കഥയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ അത് ആരുടെ കയ്യിലെത്തപ്പെട്ടുവോ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ മോശമായതുകൊണ്ടായിരിക്കില്ല, നമ്മെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം പലരുടെ മുൻപിലും നമ്മുടെ വില കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഒരു നന്മയുണ്ടെങ്കിൽ, നമുക്ക് ഒരു നേരും നിറയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിലയുള്ളവരായി തന്നെ നിലനിൽക്കും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.